ഇന്ത്യൻ നിക്ഷേപ ലോകത്തെ രാജാക്കന്മാരിൽ ഒരാളായ വിജയ് കിഷൻലാൽ കേദിയ അഥവാ നമ്മൾ വിജയ് കേദിയ എന്ന് വിളിക്കുന്ന വമ്പൻ സ്രാവിന്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എപ്പോഴും പറയുന്നത് പോലെ ഇത് ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ഈ കാണിച്ചിരിക്കുന്നത് വിജയ് കേദിയയുടെ നെറ്റ് വർത്ത് ഹിസ്റ്ററിയാണ്. നമുക്ക് ഏറ്റവും ജൂൺ 2019 ആണെങ്കിൽ ഏകദേശം 281.99 ക്രോസ് ആയിരുന്നു. അത് ഡിസംബർ 2020 ആയപ്പോൾ 246.2 ക്രോസ് ആയി. ഒടുവിൽ മാർച്ച് 2021 ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് 358 ക്രോസ് ആണ്. ജൂൺ 2021 ആയപ്പോൾ ആൾമോസ്റ്റ് 450 ക്രോസിനടുത്ത് ഒരു അപ്രീഷിയേഷൻ വന്നിട്ടുണ്ട്. അഫോർഡബിൾ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ലിമിറ്റഡിൽ അദ്ദേഹം സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈക്കീസ്, രാംകോ സിമെന്റ്, തേജസ് നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്നീ സ്റ്റോക്കുകളിലെ സ്റ്റേക്ക് കുറച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. ഏകദേശം 18 സ്റ്റോക്സ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിലോട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. അതിൽ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് തേജസ് നെറ്റ്വർക്ക് ലിമിറ്റഡ് ആണ്. ഹോൾഡിംഗ് വാല്യൂ എന്ന് പറയുന്നത് 246.1 കോർ. ഹോൾഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 39 ലാക്സ് ക്വാണ്ടിറ്റി ആണ്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് വൈഭവ് ഗ്ലോബൽ ലിമിറ്റഡ് ആണ്. ഹോൾഡിംഗ് വാല്യൂ 103.3 ക്രോസ്. മൂന്നാമത്തെന്ന് പറയുന്നത് എലിക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ്. 97.4 ക്രോസ്. അക്സെറ സാനിറ്ററി വെയർ ലിമിറ്റഡ് ആണ്. 72.2 ക്രോസ്. നാലാമത്തെ ഏറ്റവും വലിയ കമ്പനി അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ അഞ്ചാമത്തെ കമ്പനി എന്ന് പറയുന്നത്, അതായത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനെ ബേസ് ചെയ്തിട്ട് അഞ്ചാമത്തെ കമ്പനി അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് മഹീന്ദ്ര ഹോളിഡേയ്സ് ആൻഡ് റിസോർട്ട്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഏകദേശം 55.5 ക്രോസ് ആണ്. അതിനുശേഷം റെപ്രോ ഇന്ത്യ ലിമിറ്റഡ് 39.7, സുദർശൻ കെമിക്കൽസ് ഇൻഡസ്ട്രീസ് 38.8, ന്യൂലാൻഡ് ലബോറട്ടറീസ് ലിമിറ്റഡ് 23.3 ക്രോസ്, അഫോർഡബിൾ റോബോട്ടിക് ആൻഡ് ഓട്ടോമേഷൻ ലിമിറ്റഡ് 19.3 ക്രോസ്, ഹെറിറ്റേജ് ഫുഡ്സ് ലിമിറ്റഡ് 16.6 crore, Innovators Facade Systems 14.4, Talpros Automotive Components Limited 13.8, Ramco Systems 12 crore, Atul Auto 8.4, Laikis Limited 2.5 crore, Panasonic Energy India Company Limited 2.5 crore. ബാക്കിയുള്ള രണ്ട് കമ്പനികളുടെയും എമൗണ്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന കമ്പനികൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസിലോട്ടോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസിലോട്ടോ നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. തേജസ് നെറ്റ്വർക്ക് എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഫണ്ടമെൻ്റൽസിൻ്റെ ഒരു സ്നാപ്ഷോട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മാർക്കറ്റ് ക്യാപ്പ് 9604, കറണ്ട് പ്രൈസ് 631 ആണ്. നിങ്ങൾക്ക് ഓടിച്ചു നോക്കാം. ഇത് സ്ക്രീനേഴ്സിലെ ഡേറ്റയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി തേജസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യലിൽ പോയിട്ട് കൺസോളിഡേറ്റഡ് ഡേറ്റ നോക്കുകയാണെങ്കിൽ എൻ്റെ റവന്യൂ നോക്കാം. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ആനുവൽ ഗ്രോത്ത് വൈസ് നോക്കുകയാണെങ്കിൽ എബോ ഹിസ്റ്റോറിക്കൽ ആവറേജിന് മുകളിലാണ്. അതുപോലെ നമുക്കിതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർച്ച് 2022 ലോസിലാണ് കിടക്കുന്നത്. മാർച്ച് 2021 53.49 കോസ് ആയിരുന്നു. എന്നാൽ മാർച്ച് 2022 എത്തിയപ്പോൾ -80.46 ആയിട്ടുണ്ട്. ചെറിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആനുവൽ ഗ്രോത്ത് ഇൻ CR എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ അവറേജിന് താഴെയാണ്. നമുക്കിതിൻ്റെ ഒരു ബേസിക് EPS നോക്കാം. ബേസിക് EPSൻ്റെ ഒരു ആനുവൽ ഗ്രോത്ത് ആണ്. മാർച്ച് 2020 -25 ആയിരുന്നു. എന്നാൽ മാർച്ച് 2021 3.99 ആയി കൂടിയിട്ടുണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ -5.97 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ബേസിക് EPS ആനുവൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആവറേജിന് താഴെയാണ്. ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ട്രെൻഡ് ലൈൻ ആണ് വെബ്സൈറ്റ്. അത്യാവശ്യം മികച്ച, അതായത് എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ
നിക്ഷേപ രാജാക്കന്മാരുടെയൊക്കെ പോർട്ട്ഫോളിയോ നമുക്കിതിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും റെഫർ ചെയ്യുക. ഒന്ന് എന്താ പറയുക, നല്ലൊരു വെബ്സൈറ്റാണ്. ഞാൻ മുമ്പ് മോണ്ടജേസ് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ട്രെൻഡ് ലൈനിൽ നമുക്ക് ഇന്ത്യയിലെ സ്രാവുകൾ അല്ലെങ്കിൽ നിക്ഷേപ രാജാക്കന്മാർ ഹോൾഡ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളുടെയും അല്ലെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോയുടെ ഇൻഫർമേഷനൊക്കെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്തത് വിജയ് കേദിയയുടെ സ്റ്റോക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകളാണ്. തേജസ് നെറ്റ്വർക്ക്, വൈഭവ് ഗ്ലോബൽ, എലിക്കോൺ എഞ്ചിനീയറിംഗ്, സെറ സാനിറ്ററി, മഹീന്ദ്ര ഹോളിഡേയ്സ്. ഇതാണ് ആദ്യത്തെ 5 കമ്പനികൾ. തീർച്ചയായിട്ടും ഞാനിതിൽ ഓരോന്നിലും പോകുന്നില്ല. നിങ്ങൾക്ക് സ്ക്രീനേഴ്സിലും അതുപോലെ തന്നെ ഇതിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഒരു വീഡിയോയിൽ മറ്റൊരു സ്രാവിൻ്റെ പോർട്ട്ഫോളിയോയുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.